എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? എല്ലാവരും വന്നുണ്ടാക്കി വെക്കണേ. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക. ചൂടുകട്ടിയുള്ള ഏത് പാത്രമായാലും മതി. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും ഒഴിക്കണ്ടേ, കൊളസ്ട്രോളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ടേക്ക് നമുക്ക് സവോള, ഞാനൊരു 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ നേരത്തെ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് സവാള ഇട്ട് കൊടുത്ത് അത് കുറച്ച് സമയം ഒന്ന് വഴറ്റുക. അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമേ. ഇനി അതിലോട്ടേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് 3 കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അതും ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും അതിൽ ഇട്ട് കൊടുക്കുക. തക്കാളിയും അതിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി നന്നായി വെന്ത് കിട്ടും. അടച്ചു വെക്കട്ടെ. അങ്ങനെ തക്കാളിയൊക്കെ വെന്തു. ഇനി നന്നായി ഇളക്കി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഇട്ട്, ഞാൻ നേരത്തെ ഓൾറെഡി ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ചിക്കൻ്റെ തിട്ടയുടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചിക്കൻ ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ഞാനൊരു 2.5 സ്പൂൺ വരെ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടു. കുരുമുളക് പൊടി ഞാൻ ഓൾറെഡി നേരത്തെ ചിക്കൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാൻ കൂടുതൽ മറ്റ് ചിക്കൻ മസാല ഒന്നും ഇടുന്നില്ല ഇതിൻ്റെ അകത്തെ. നമ്മൾ ഓൾറെഡി വീട്ടിലുള്ള പൊടികൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാം, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ തേങ്ങയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ഓൾറെഡി കണ്ണൂർക്കാർ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയിൽ ഉണ്ടാക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇതാ. ഇനി ഞാൻ നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടു. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. ഇതിൽ തന്നെ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വരും. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പം എന്നിട്ടൊരു 10-20 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല ചിക്കൻ കറിയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായി ഇളക്കി അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവേ. പിന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതാ നന്നായി ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ കാണാം കേട്ടോ. ഇതിനിടയിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നോക്കണേ. ഇതാ അതിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ചാറ് കുറുക്കി വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, നല്ല ചോറിൻ്റെ കൂടെയായാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിന് കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് ചാറൊക്കെ ഇത്ര മതിയെങ്കിൽ നമുക്ക് ഓഫാക്കി അടച്ചു വെക്കാം, ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ.